വെൽക്കം ബാക്ക് ടു ഡഹവനോ സ്റ്റോറി ടെല്ലർ പ്രണയരാവുകൾ പാർട്ട് 3 തുടരുന്നു. മുഖത്ത് ശക്തമായി വെള്ളം വീഴുന്നത് ഇഷാനി അറിഞ്ഞു. ഇഷ, എടാ എണീക്ക്, എന്താ പറ്റിയേ? അമ്മുവിന്റെ ശബ്ദം ഇഷാനിയുടെ ചെവിയിൽ മുഴങ്ങി. അവൾ പതിയെ കണ്ണു തുറന്നു. എന്നിട്ട് ചുറ്റുമുള്ളവരെ നോക്കി. എല്ലാവരും ഉണ്ട് അവൾക്കടുത്ത്. കണ്ണുകൾ നിറഞ്ഞ് വിങ്ങുന്ന മുഖത്തോടെ അമ്മു. ഇഷാനി പതിയെ എഴുന്നേക്കാൻ ശ്രമിച്ചു. അവളെ അമ്മു എണീക്കാൻ സഹായിച്ചു. എന്നിട്ട് എന്താടാ പറ്റിയേ? വാട്ട് ഹാപ്പൻഡ് ഇഷാനി? ആർ യു ഓക്കേ? എംഡി അങ്ങനെ എല്ലാവരും അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ചോദിക്കുന്നതിന്റെ കാരണം ഇഷാനിക്ക് പറയാൻ സാധിച്ചില്ല. അവൾ നിസ്സഹായതയോടെ എല്ലാവരെയും നോക്കി. അത് മനസ്സിലാക്കി അമ്മ പറഞ്ഞു, എല്ലാരും ഒന്നും മിണ്ടാതിരിക്കെ, അവളൊന്ന് പറയട്ടെ. ഒന്നുമില്ല, ഞാനിന്നൽ ഉറങ്ങിയപ്പോൾ ലേറ്റായി, അതാണ്. ഇഷ. ആണോ? മാനേജറും ചോദിച്ചു. അതെ, എനിക്കിന്നലെ നല്ല ക്ഷീണമുണ്ടായിരുന്നു, ഉറക്കം ശരിയല്ല, അതാണ്. ഇപ്പോൾ ഓക്കെയാണോ? അതെ, ഓഫ് കോഴ്സ്, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇന്നൊരു കാര്യം ചെയ്യും, ഇഷാനിയും അമൃതയും കൂടെ വീട്ടിലേക്ക് പൊക്കോളൂ. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. ഇവിടെയുള്ള മാനേജർ പിന്നെ ഞങ്ങളുടെ ഡിസൈനിങ് ടീം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നതിൽ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻസ്, പിന്നെ നിങ്ങളുടെ ഡിസൈൻസ്, സ്റ്റൈൽ, തീം എല്ലാം എനിക്കൊരു വീക്കിനുള്ളിൽ കിട്ടിയിരിക്കണം. നിങ്ങളുടെ വർക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 10, സെപ്റ്റംബർ 15 മാരേജ്. സോ നിങ്ങൾ ഇവിടെ 23 അവിടെ എത്തിയിരിക്കണം. സോ യു all have only 12 days. അപ്പോൾ ഡിസൈൻ എല്ലാം കറക്റ്റ് ആക്കാൻ നമുക്ക് ടൈം കുറവാണ്. റിമെമ്പർ ദാറ്റ്, ഓക്കെ? ചെറിയ വർക്കല്ല ഇത്, നമ്മൾക്ക് കമ്പനിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പായി നമുക്ക് ഈ വർക്ക് കണക്കാക്കാം. അദ്ദേഹം പറയുന്ന എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു. ഓഫീസിലെ കാര്യങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്ത് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. അമ്മു അന്ന് ഡ്രൈവ് ചെയ്ത് വണ്ടി ബീച്ച് സൈഡിലേക്ക് തിരിഞ്ഞു. വണ്ടി അത് എന്തിനാണ് അങ്ങോട്ട് തിരിഞ്ഞതെന്ന് ഇഷാനിക്ക് മനസ്സിലായിരുന്നു. വണ്ടി നിർത്തിയിട്ട് അമ്മ ഇഷാനിയോട് പറഞ്ഞു, ഇറങ്ങും. ഇഷാനി മിണ്ടാതെ ഇറങ്ങി. എന്നിട്ട് മുന്നോട്ട് നടന്നു. അമ്മു അവളെ ഒരു നിമിഷം നോക്കിയതിനു ശേഷം അവൾക്കൊപ്പം നടന്നു. അങ്ങനെ അവർ മണൽ തിട്ടിലായിരുന്നു. ഇഷ, അമ്മ തുടങ്ങി. ഇഷാനി പതിയെ മോളി അവളുടെ അടുത്ത്. എന്നിട്ട്, ഡാ, അത് നിന്റെ അക്കുവാണോ? ഇഷ ഞെട്ടലോടെ അമ്മുവിനെ നോക്കി. എന്നിട്ട് പതിയെ തലയാട്ടി. എനിക്ക് തോന്നി നീ തലകറങ്ങി വീഴുന്നതിന് മുമ്പ് ആ പേര് കേട്ടപ്പോൾ നിന്റെ മുഖത്തുണ്ടായ മാറ്റം ഞാൻ കണ്ടിരുന്നു. അമ്മുവിന്റെ ചോദ്യം കേട്ട് ഇഷ അവളെ ആദ്യം കാണുന്നത് പോലെ നോക്കി. എന്താ നിന്റെ തീരുമാനം? അറിയില്ല അമ്മു, എല്ലാത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടിയിട്ട് ഇപ്പോൾ 3 വർഷമാകാറായി. പക്ഷെ ഒന്നും മാറിയിട്ടില്ലടാ. എല്ലാവരെയും ഇനിയും കാണണം. എനിക്കറിയില്ല, പ്രത്യേകിച്ച്. ഇഷ പകുതിയിൽ നിർത്തി. അക്കു അല്ലേ? എടാ ഇഷ, ഞാൻ പറയുന്നത് കേക്ക്. എന്നാണെങ്കിൽ നീ നിന്റെ ഫാമിലി തിരിച്ചു ചെല്ലേണ്ടേ? ഇത്രയും കാലം നീ മാറി നിന്നത് പോലും നിന്നെ സ്നേഹിക്കുന്നവരോട് ചെയ്ത തെറ്റല്ലേ? സ്നേഹിക്കുന്നവർ അകന്നു പോകുമ്പോഴുള്ള വേദന അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. അത് അവർ മരണത്തിൽ കൂടെയാണെങ്കിൽ. അമ്മ ഒന്ന് നിർത്തി, പറയാൻ വാക്കുകളില്ലാതെ. ഇഷാനി തുടർന്നു. അമ്മു, എനിക്കറിയില്ലടാ, ചെയ്തത് തെറ്റായി, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനോട് ചെയ്തതിന് അവൻ എന്നോട് ക്ഷമിക്കില്ല. എന്നെ പ്രണയത്തോടെ മാത്രം നോക്കിയ ആ കണ്ണിൽ അവസാനം ഞാൻ കണ്ടത് എന്നോടുള്ള ദേഷ്യമാണ്. വയ്യ, എനിക്ക് സാധിക്കില്ല. ഇഷാനി നിസ്സഹായതയോടെ പറഞ്ഞു നിർത്തി. അമ്മു അവളെ നോക്കി. എന്നിട്ട് തുടർന്നു. ഇഷ, ഇപ്പോഴും നീ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. എത്ര കാലം നീ ഒളിച്ചോട്ടം തുടരും? ശരിക്കും നിങ്ങൾക്കുള്ളിൽ എന്താണ് നടന്നതെന്നൊന്നും ഞാൻ ചോദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ഒന്നും നീ ഓർക്കണ്ട, നീ പഴയ ഇഷ ആകണ്ട എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. എനിക്ക് നിന്റെ പാസ്റ്റ് അറിയണ്ട, പക്ഷെ നീ മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി നിന്റെ ഇഷ്ടം. ബിക്കോസ് ലൈഫ് ഈസ് യോഴ്സ്. അമ്മു
ഉറപ്പോടെ പറഞ്ഞു നിർത്തി. ഇഷയാണെങ്കിലോ തീരുമാനം എടുക്കാൻ കഴിയാതെ തിരക് കരയെ പുൽകുന്നത് നോക്കിയിരുന്നു. അങ്ങനെ കുറച്ചു സമയം കൂടെ അവർ അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചുപോയി. ഇഷയുടെ അവസ്ഥ മനസ്സിലാക്കിയ അമ്മ പിന്നെ മറ്റൊന്നും ചോദിക്കാനും പോയില്ല. അമ്മ എത്ര ശ്രമിച്ചിട്ടും ഇഷാനെ വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല. ഇഷാനെ അപ്പോൾ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് അമ്മുവിന് തോന്നിയത് അവൾ ഒരുപാട് അവളെ ഫോഴ്സ് ചെയ്യാനും പോയില്ല. അങ്ങനെ ഇഷാനെ തന്റെ റൂമിലെത്തി. റൂമിൽ ചെന്ന് അവൾ തന്റെ ബെഡിലേക്ക് വീണു. അത്രയും നേരം മടക്കി പിടിച്ച കണ്ണുനീർ അവളെ തോൽപ്പിച്ച് കവിളിനെ നനയ്ക്കാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ അലറിക്കറങ്ങി. ശബ്ദം വെളിയിൽ വരാതെ ഇരിക്കാൻ തന്റെ കൈപ്പണം കൊണ്ട് അവൾ തടഞ്ഞു നിർത്തി. കാപ്പിപ്പൊടി കണ്ണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പ്രണയത്തോടെ തന്നെ നോക്കിയ ആ കണ്ണുകളിൽ, തന്നെ ആരാധനയോടെ നോക്കിയ ആ കണ്ണുകളിൽ അവസാനം തന്നോടുള്ള ദേഷ്യം കൂടി ഓർമ്മയിൽ വന്നതും എങ്ങലടിച്ച് കരയാൻ മാത്രമേ ഇഷാനിക്ക് സാധിച്ചുള്ളൂ. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം. വയ്യ, എനിക്കിനിയും വയ്യ അക്കി. ഞാൻ നിന്നോട് ചെയ്ത് ചതിയായിരിക്കും, പക്ഷെ കൂടെ പിറപ്പിന്റെ കണ്ണുനീർ കാണാതെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലടാ. പക്ഷെ നിന്റെ വെറുപ്പാണ് ഞാൻ നേടുന്നതെന്ന് അറിഞ്ഞില്ലേ? അതറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇല്ല ഇല്ല എല്ലാവരെയും വേദനിപ്പിച്ച് നിന്നെ സ്വന്തമാക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇത്രയും കാലം നിന്റെ വാക്കിന് വില നൽകിയത് കൊണ്ടാ ഞാൻ എല്ലാവരെയും വിട്ടുപോകുന്നത്. ആരും അറിഞ്ഞില്ല ഞാൻ എവിടെയാണെന്ന്. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. ഇനിയും നിന്റെ മുന്നിൽ വരാനുള്ള ധൈര്യം എനിക്കില്ല. ഇഷാനെ പുലമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴും തളർച്ചയോടെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. You're the light, you're the night, you're the color of my blood. ഇഷാനിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ പതിയെ കണ്ണു തുറന്നു. തലയിൽ വല്ലാത്തൊരു ഭാരം. താൻ ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നു. സമയം 8 മണിയാകുന്നു. അപ്പോഴേക്കും അവളുടെ ഫോൺ കട്ടായി. ഇഷാനി ഫോൺ എടുത്തു നോക്കിയപ്പോൾ അമ്മു. അതും 8 കോൾ. ഫോൺ പിന്നെയും റിങ് ചെയ്തു. അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഹലോ അമ്മു. അപ്പുറത്തുനിന്ന് അമ്മുവിന്റെ കമത്ത് സൗണ്ട് വന്നു. സോറിടാ, ഉറങ്ങിപ്പോയി. പിന്നെയും അമ്മുവിന്റെ ഭാഗത്തുനിന്ന് ശബ്ദം ഒന്നും കേട്ടില്ല. എടാ സോറി, കണ്ടില്ല. അമ്മ പ്ലീസ് എന്നതും എന്തെങ്കിലും പറ. വാതില് തുറക്ക്. ഇഷാനി ഞെട്ടിപ്പോയി. വാതില് തുറക്കാൻ എന്റെ ചെവി അടിച്ചു പോയോ? ഞാൻ വെളിയിലുണ്ട്. ഇഷാനി വേഗം ചെന്ന് കതവ് തുറന്നു. വെളിയിൽ കലിപ്പ് ലുക്കിൽ അമ്മു. പക്ഷെ ഇഷാനിയുടെ മുഖം കണ്ടു അമ്മുവിന്റെ മുഖത്ത് ഞെട്ടലുണ്ടായി. കരഞ്ഞു വീങ്ങിയിരിക്കുന്ന മുഖമൊക്കെ ചുവന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അമ്മൂസ് തന്റെ മുഖത്ത് ദേഷ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞു. എടി എരപ്പൻ, നീ ഇതിന്റെ അകത്ത് എന്തെടുക്കുമെന്ന്? ഞാൻ വെളിയിൽ പറന്നു നടക്കുമെന്ന്. പറന്നു നടക്കോ? എന്താ നിന്റെ വീട്ടിൽ മാത്രം എനിക്ക് മനസ്സിലാവാത്തോണ്ടിരിക്കെ? ഇത്രയും കൊതുക് എവിടുന്ന? ഈ മുംബൈയിലെ കൊതുക് മൊത്തം ഇവിടെ ഉണ്ടല്ലോ. അവർ എന്നെ എടുത്ത് പറത്തി കളിച്ചു. കണ്ടോ, പൂ പോലെയുള്ള എന്നെ ചെമ്പരത്തി പൂ പോലെ ആക്കിയത്. അമ്മുവിന്റെ ശബ്ദം കേട്ട് ഇഷാനി, എന്താ നീ പറയുന്ന? കുന്തം നോക്ക്, എന്നെ ഒന്ന് ശരിക്കും. അപ്പോഴാണ് ഇഷാനി നോക്കിയത്. ഫുള്ള് ചുവന്നിരിക്കുകയാണ് അവളുടെ ദേഹം. കൊതുക് കടിച്ച് മൊത്തത്തിൽ കുളമാക്കിയിട്ടുണ്ട്. ചിന്താവിഷ്ടയായി സീതേ, ഇവൾ എന്ത് കോപ്പാ പറയുന്നത്? ഇഷാനെ ആലോചിച്ചു. നിന്റെ ചിന്ത കഴിഞ്ഞുവെങ്കിൽ ഈ ഉള്ളവൾ അകത്തോട്ട് കയറിക്കോട്ടെ. ഇഷ മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അവളെ തള്ളി മാറ്റി അമ്മ അകത്തേക്ക് കയറിയെന്നു. കയ്യിലെ കവറുകൾ ടേബിളിൽ വെച്ചിട്ട് സോഫയിലിരുന്ന് കൈയും കാലും നല്ലതുപോലെ ചൊറിയുന്നുണ്ട് അമ്മ. ഇടയ്ക്ക് ഇഷാനെ നോക്കി പുച്ഛിക്കാനും നോക്കുന്നുണ്ട്. അത് കണ്ട് ഇഷാനി പോയി കിച്ചണിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവളുടെ അടുത്തിരുന്ന് അവളുടെ കയ്യിൽ തേക്കാൻ തുടങ്ങി. ഇഷാനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം പിന്നെ മിണ്ടാതെ ഇരുന്നു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ചൊറിച്ചിലൊക്കെ മാറി. അമ്മ പിന്നെ ഫുൾ ഓണായി. എടാ, നമുക്കൊന്ന് പുറത്തു പോയാലോ? നിന്റെ മൂടൊക്കെ ശരിയാകും. എങ്ങനെ, പോയാലോ? അമ്മ ആലോചനയോട് ചോദിച്ചു. പോണോ? ഞാൻ ഓക്കെയാണ്. നിനക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. ഇഷാനി മറുപടി നൽകി. എനിക്ക് പോണം, വാ, റെഡിയാകും. പെട്ടെന്ന് തന്നെ അവർ വീണ്ടും റെഡിയായി സ്ഥിരം സ്ഥലത്ത് ബീച്ചിൽ ചെന്നു. കാറ് കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ
വല്ലാത്തൊരു സുഖം തോന്നി അവൾക്ക്. ഡൈഷ ഓഫീസിൽ നിന്ന് വിളിച്ചു. തീം സെലക്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. എന്താ നിന്റെ പ്ലാൻ? ഇല്ല അമ്മ, നീയും രാഹുലും ലീഡ് ചെയ്താൽ മതി, അതാ നല്ലത്. ഞാൻ വരണമെന്നില്ല, ഞാൻ സംസാരിച്ചോളാം സാറിനോട്. ഞാൻ ഈ മൈൻഡ് വെച്ച് പറഞ്ഞാൽ അത് ആ വർക്കിനെ എഫക്ട് ചെയ്യും. എന്തിനാ? ഇല്ലടാ, ഞാൻ വരുന്നില്ല, ഇഷാൻ അമ്മൂനോടായി പറഞ്ഞു. ഇഷ, നീ ഇപ്പോൾ ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. നിന്റെ അക്കി ഇപ്പോൾ മറ്റൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? പക്ഷേ നിന്റെ പേരൻസ് എന്ത് തെറ്റാ നിനക്ക് ചെയ്യുന്നത്? ഇത്രയും കാലം അവരെ മറന്ന് ജീവിക്കാൻ അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മുവിന്റെ ചോദ്യം ഇഷാനയുടെ മുഖത്ത് വേദന പടർത്തി. അവൾ തുടർന്നു. അമ്മോ, എനിക്കറിയാം, പക്ഷേ എല്ലാവരും എന്റെ വേദന കണ്ടിട്ടും കാണാത്ത പോലെ നിന്നു. എന്നിട്ടും ആരോടും ഒന്നും പറഞ്ഞില്ല. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ കൂടപ്പിറപ്പ് പോലും എന്നെ തള്ളിപ്പറഞ്ഞു. അന്നത്തെ രാത്രിയിൽ തീർന്നനെ ഞാൻ. പക്ഷേ മരിക്കാൻ എനിക്ക് പേടിയാടാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു തീർന്നതും ഇഷാനി പൊട്ടിക്കരഞ്ഞു. അമ്മ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട്, ഇഷ, നീ നോക്ക്, നിനക്ക് ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നീ പോണം, എല്ലാവരെയും കാണണം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. മനസ്സിന്റെ ഭാരം നമുക്ക് വേണ്ടെന്ന് വെച്ചൂടോ? എത്ര കാലമാണ് നീ ഇങ്ങനെ? ആ മോന് നിർത്തി. എന്നിട്ടും ഇഷാനിയെ നോക്കി തുടർന്നു. പിന്നെന്ത് മറ്റൊന്നുകൂടെ ഉണ്ട്. നീ നിന്റെ ജോബിൽ ആത്മാർത്ഥത കാണിക്കണം. ഇത്രയും കാലം ഒരു ടീമിനെ ലീഡ് ചെയ്ത ലീഡറാണ് നീ. അവരെ മൊത്തത്തിൽ നീ കുഴപ്പത്തിലാക്കുന്നത്. നമുക്ക് പോയാലോ നിന്റെ തറവാട്ടിലോട്ട്, നിന്റെ നാട്ടിലോട്ട്? പിന്നെ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ആയുഷ് മാധവ്, കക്ഷി ഒന്ന് കാണാലോ. അവൻ ഹാപ്പിയായി ജീവിക്കുന്നത് കാണുമ്പോൾ നീ ഓക്കെയാവും. ഞാനല്ലടാ പറയുന്നത്. അമ്മുവിന്റെ വാക്കുകൾ ഇഷാനി ശ്രദ്ധയോടെ കേട്ടു. പിന്നെയും കുറെ നേരം അവർ സംസാരിച്ചിരുന്നു. ഭക്ഷണം കഴിച്ച് റൂമിൽ തിരിച്ചു വരുമ്പോൾ ഇഷാനി കൂളായിട്ടുണ്ടായിരുന്നു. ഷവറിൽ നിന്നും വെള്ളം ഇഷയുടെ ശരീരം നനച്ചുകൊണ്ടിരുന്നു. അതുപോലെ മനസ്സിനെ ഒന്നും കൂടെ ഉറപ്പിക്കുകയായിരുന്നു. പോകണം, എല്ലാവരെയും കാണണം. അങ്ങനെ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും അമ്മ ഉറങ്ങിയിരുന്നു. കുഞ്ഞു കുട്ടികളെ പോലെ അവൾ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് ഇഷാനി അവളുടെ അരികിൽ കിടന്നു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. പതിയെ കണ്ണുകളടയ്ക്കുന്നു. അവളുടെ ഉള്ളിൽ ആ മുഖം നിറഞ്ഞിരുന്നു. തന്റെ പ്രണയം, തന്റെ അക്കി, തന്റെ ആയുഷ്. തുടരുന്നു. ഇഷാനിയുടെ ജീവിതത്തിൽ എന്താണ് നടന്നത്? അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അവൾ ആരെ പേടിച്ചാണ് മാറി നിൽക്കുന്നത്? വർഷങ്ങളായി തന്റെ കുടുംബത്തിലോട്ട് അവൾ എന്തുകൊണ്ടാണ് തിരിച്ചു പോകാതിരുന്നത്? എല്ലാം നമുക്കറിയണ്ടേ? അടുത്ത ഭാഗത്തിനായി കാത്തിരുന്നാലോ?